സഹോദരിയെ കാണാൻ പോയ സഹദിനെ ജയിലിലാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജ്. ഹോസ്പിറ്റൽ ആക്ട് അഥവാ മെഡിക്കൽ ആക്ട് ഒരു നിരപരാധിയെ കൊടുക്കാനുള്ളതല്ല. ഒരു ആശുപത്രിയിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായതോ അക്രമ സംഭവങ്ങളോ നടന്നാൽ അതിനെതിരെ നടപടിയെടുക്കാനാണ്. പക്ഷേ ഇവിടെ സഹദിന് സംഭവിച്ചത് മനുഷ്യത്വവിരുദ്ധമായ നടപടിയാണ്. സഹോദരിയെയും സഹോദരിയുടെ കുഞ്ഞിനെയും കാണാൻ ആശുപത്രിയിലെത്തിയ സഹദിനെ മെഡിക്കൽ ആക്ട് പ്രകാരം ജയിലിൽ കയറ്റി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാർ. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് അഥവാ NYC പ്രതിഷേധ മാർച്ചും ധർണയും നടന്നതോടെയാണ് ഈ സംഭവം പുറം ലോകമറിഞ്ഞത്. സെക്യൂരിറ്റി ജീവനക്കാരൻ ചെയ്ത തെറ്റിന് സഹദ് പ്രതിയാകുന്നത് എങ്ങനെയെന്ന് NYC നേതാക്കൾ ചോദിക്കുന്നു. ഈയൊരു ആക്ട് വന്നപ്പോൾ തന്നെ ഇത്തരം ഹോസ്പിറ്റൽ ആക്ട് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. 3ഓളം കേസുകൾ ഇതിനു മുൻപും സമാന രീതിയിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പരാതി ഒന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും ആശുപത്രി സൂപ്രണ്ട് കേസ് കൊടുക്കുകയായിരുന്നു. സംഭവത്തിൽ സഹദിനും NYC നേതാക്കൾക്കും ചിലത് പറയാനുണ്ട്. നമസ്കാരം, എൻ്റെ പേര് സഹദ് എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുണ്ടായ അത്രയും ഒരു വലിയ ദുരനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഇത്താത്തയുടെ കുട്ടി പനി കൂടിയതിനെ തുടർന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയുണ്ടായി. അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോവുകയുണ്ടായി. അപ്പോൾ വൈകിട്ട് ഒരു 5 മണി സമയമായിട്ടുണ്ടായി. ആ സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ ഞാനും എൻ്റെ ഫാദറിൻ്റെ ബ്രദറും കൂടിയാണ് ചെല്ലണത്. വാർഡിൽ കുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഇറങ്ങി വന്നിട്ട് അവിടുന്ന് നടന്നു വന്നിട്ട് നിന്നോടല്ലേ ഞാൻ കയറണ്ടാന്ന് നേരത്തെ പറഞ്ഞത്, ഇറങ്ങിപ്പോണെന്ന് അതിൻ്റെ മോനെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ചേട്ടാ മാന്യമായിട്ട് സംസാരിക്കണം, ഞാൻ കൊച്ചിനെ കണ്ട് വർത്താനം പറഞ്ഞിരിക്കും, ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ ഇറങ്ങി പോയിക്കോളാം എന്ന് പറയുണ്ടായി പുള്ളി എടുത്ത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയണത് നിൻ്റെ കഴുത്തി പിടിച്ച് പുറത്താക്കാൻ എനിക്കറിയാം, നിനക്ക് കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ചേട്ടാ മേത്തോട്ട് തൊടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. അപ്പോൾ ഞാൻ ചേട്ടാ മാന്യമായിട്ട് സംസാരിക്കണമെന്ന് വീണ്ടും പുള്ളിനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇത്താത്തയും ആ വാർഡിലുള്ള ഒരു 5-8 പേര് ഇത് കേട്ടോണ്ട് നിൽക്കണതാണ്. അവരെല്ലാവരും കണ്ട് സെക്യൂരിറ്റി എടുത്ത് അവർ ഒച്ചപ്പാട് ഉണ്ടാക്കി. അപ്പോൾ അവസാനം ഞാനും മുത്താപ്പയും കൂടി മുത്താപ്പ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങണ നേരം ഈ റിനീഷ് എന്ന് പറഞ്ഞിട്ടൊരു സെക്യൂരിറ്റി ഗാർഡ് എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് പറഞ്ഞു, നീ അങ്ങനെ പോയി എങ്ങനെ ശരിയാവണം, ഇങ്ങനെ കൈ കെട്ടി എന്നിട്ടാണ് വന്ന് പറയണത്, നീ അങ്ങനെ പോയി എങ്ങനെ ശരിയാവണത്, നീ പോകണ്ട, നീ അവിടെ നിൽക്ക് നീ പോകണ്ട എന്ന് പറയുണ്ടായി. അപ്പോൾ ഞാൻ ചേട്ടൻ മാറി, ഞാൻ പോട്ടെ, ഇനി എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല, ഞാൻ പോകണേണെന്ന് പറയുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയണത് നീ പോകണ്ട, നീ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നീ പോകണ്ട, നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് ഒരു 4 പേരുടെ എന്നെ വട്ട ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ ഒരു ഇരുമ്പിൻ്റെ ഡോറുണ്ട് അതിലേക്ക് വലിച്ചടിക്കുകയുണ്ടായത്. അപ്പോൾ എൻ്റെ കൈ ഇവിടെ നല്ലോണം മുഴച്ചു വന്ന് മുറിവായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവരെല്ലാവരും കൂടി വന്നിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ കാല് ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ കാലാണ്. അപ്പോൾ പുള്ളിയുടെ ബൂട്ടും കൊണ്ട് എന്നെ കാലും വിട്ട് ചവിട്ടിയിട്ട് ഇങ്ങനെ ചതച്ചരക്കുണ്ടായി, കുറേ ചോരയൊക്കെ പോയി, എൻ്റെ നഖം സ്പ്ലിറ്റായി കാലിൻ്റെ, നല്ല വേദനയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ എന്നെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ച് വീണ്ടും ഇതേപോലെ തന്നെ ഗ്രില്ലിലേക്ക് കൊണ്ടുപോയി അടിച്ചിട്ട് എന്നെ പുറത്തിറക്കി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇതിന് വേണ്ടി പോരാടും, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, ഇത് വിടൂലാട്ടാന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ആക്ട് ഉണ്ടറാ, നീ ഒന്നും ചെയ്യാൻ പോകണില്ല, നിനക്കിപ്പോൾ കാണാം, നീ ജയിലിൽ കയറിയിട്ട് നീ പുറത്തിറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി കൂട്ടം കൂടി എന്നെ പരിഹസിക്കുകയുണ്ടായത്. എൻ്റെ പേര് ഷാസിർ എന്നാണ്, ഇതെൻ്റെ അനിയനാണ്. അവനെതിരെ ഇപ്പോൾ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. അവൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ഈ അനുഭവിച്ചതും അനുഭവിച്ചതെല്ലാം ചെയ്യാത്ത കുറ്റത്തിനാണ്. എന്തായാലും എൻ്റെ അനിയന് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പോരാടിക്കൊണ്ടത്. എനിക്ക് എൻ്റെ അനിയന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്കും വേണ്ടി, ഇനിയുള്ള ജനങ്ങൾക്കും മെഡിക്കൽ കോളേജിൽ വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്കൊന്നും ഒച്ചത്തിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് വന്നേക്കുന്നത്. ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിന് ശേഷമാണ് ഹോസ്പിറ്റൽ ആക്ട് കൂടുതൽ ശക്തിപ്പെടുത്തിയെങ്കിലും ഈ നിയമം ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് NYC സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കരുൺ കൃഷ്ണകുമാർ പറയുന്നു. ഹോസ്പിറ്റൽ ആക്ട് എന്ന് പറയുന്ന ഇത് വന്നതുകൊണ്ട് മാത്രം ഇയാൾ റിമാൻഡിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായതാണെന്നുള്ളത്. ഡോക്ടർ വന്ദന അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ആക്ട് കൊണ്ടുവരികയും അവരുടെ മരണത്തിന് ശേഷം അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ വന്ദന മരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അതൊരു ക്രിമിനലാണ് അത് കൊന്നിരിക്കുന്നത്. അയാൾ ഡ്രഗ് അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയാണ് അയാൾ. അതുമാത്രമല്ല, അത് പോലീസുകാർക്ക് വന്നിരിക്കുന്ന തെറ്റുകൂടെയാണ്. പോലീസുകാരുടെ പ്രൊട്ടക്ഷനിൽ കൊണ്ടുപോയിട്ടുള്ള ആളാണ് ഇങ്ങനെ ഒരു ക്രൈം ചെയ്തിരിക്കുന്നത്, ഒരു ഡോക്ടറുടെ കൊലപാതകം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ പോലീസുകാർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാതെ വെറുതെ വിടുകയും ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ആക്ട് കൊണ്ടുവന്ന് പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യം, അത് വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഈ ഹോസ്പിറ്റൽ ആക്ടിന് ഒരു മാറ്റം വരേണ്ടതാണ്. സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ കാണാൻ പോയ സഹദിനെ ഉള്ളിൽ കയറ്റാതിരിക്കുകയും സൂപ്രണ്ട് വ്യാജ പരാതി കൊടുക്കുകയുമാണ് ചെയ്തതെന്നും സാധാരണക്കാരന് നീതി നടപ്പാക്കേണ്ട ഇത്തരം ആശുപത്രി ജീവനക്കാർ
ഇങ്ങനെ നിയമം ദുരുപയോഗം ചെയ്താൽ സഹദിനെ പോലുള്ളവർക്ക് നീതി ഉറപ്പാക്കുമെന്ന് NYC സ്റ്റേറ്റ് പ്രസിഡന്റ് ഷാജിർ ആലത്തൂർ പറഞ്ഞു. സാധാരണക്കാരന് നീതി ലഭിക്കേണ്ട ഗവൺമെൻറ് അധികാരികൾ അത് സത്യസന്ധമായി ഇടപെടണമെന്നാണ് നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ്സിന് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹദിനും സഹദിൻ്റെ കുടുംബത്തിനുമുണ്ടായ ഈ ദുരനുഭവം മറ്റാർക്കും ഇനി ഈ മേഖലയിൽ ഉണ്ടാകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്താൻ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് മുൻപന്തിയിലുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരും ഹോസ്പിറ്റൽ മാനേജ്മെന്റുകളും ഉള്ള കാലത്തോളം സഹദിനെ പോലുള്ള നിരപരാധികൾ കുടുങ്ങും. ഹർഷിനയെ മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം ഓപ്പറേഷനിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതറിഞ്ഞ് നീതിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് പടിക്കൽ വരെ സമരത്തിനിറങ്ങേണ്ടി വന്ന കോഴിക്കോട്ടുകാരി. 5 വർഷക്കാലമാണ് ഹർഷിന നീതിക്ക് വേണ്ടി പോരാടിയത്. ശരിക്കും ആ 5 വർഷം ഹർഷിന വേദന തിന്ന് ജീവിക്കുകയായിരുന്നു. സംഭവത്തിൽ മെഡിക്കൽ സംഘത്തിലുള്ള ഡോക്ടർ DK രമേശൻ, ഡോക്ടർ M ഷഹന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ M രഹന, KG മഞ്ജു എന്നിവരെ അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്തിരുന്നു. മാർച്ച് 10 ഹർഷിന സമരം തുടങ്ങുകയും മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഏറ്റെടുക്കുകയുമായിരുന്നു. മെഡിക്കൽ ആക്ട് കൊണ്ട് ഒരു നിരപരാധിക്കെതിരെ കേസെടുക്കാമെങ്കിൽ ഹർഷിനയ്ക്കെന്തേ നീതി വൈകുന്നു? ഡോക്ടർ വന്ദനദാസിനും നീതി ലഭിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇടത്തെ കാലിന് പകരം വലത്തെ കാലിന് ഓപ്പറേഷൻ നടത്തിയതായും അതുപോലെ കണ്ണുമാറി ശസ്ത്രക്രിയ നടത്തിയതായും ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആശുപത്രികൾക്ക് പറ്റുന്ന തെറ്റുകൾക്കെതിരെ പ്രതികരിച്ചാൽ ഹോസ്പിറ്റൽ ആക്ട് പ്രകാരം കേസെടുത്ത് ജാമ്യമില്ലാതെ അകത്ത് കിടക്കേണ്ടി വരുന്ന ഭീഷണിയിൽ ആശുപത്രി ജീവനക്കാരും നടത്തിപ്പുകാരും ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുകയാണ്. ഇങ്ങനെ ശ്രമിക്കുന്നതിനാൽ സാധാരണക്കാർക്ക് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുന്ന ഇത്തരം നിയമനിർമ്മാണം നടത്തേണ്ടത് അനിവാര്യമായിരിക്കുന്നു. നിലവിലെ നിയമത്തിന്റെ ദുരുപയോഗം തടയണമെങ്കിൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നേ മതിയാകൂ. പല ആശുപത്രികളിലും സെക്യൂരിറ്റി ഗാർഡായി നിയമിക്കുന്നത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ്. പ്രാഥമികമായി ഒരു രീതിയിലുള്ള പരിശീലനങ്ങൾ പോലും ലഭിക്കാത്ത, ഒരു ജോലിക്ക് പോലും യോഗ്യരല്ലാത്ത ആളുകളെയാണ് തുടർച്ചയായി 12 മണിക്കൂർ സെക്യൂരിറ്റി ജോലിക്ക് സാധാരണയായി നിയമിക്കുന്നത്. ആശുപത്രി പോലെ നിരന്തരം ജനങ്ങളുമായി ഇടപെടേണ്ട ജോലികളിൽ പരിശീലനം ലഭിക്കാത്ത ആളുകളെ നിയമിക്കപ്പെടുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് സാധാരണയാണ്. എന്തായാലും സഹദിന് നീതി ലഭിക്കാൻ NYC പോലെയുള്ള യുവകൂട്ടായ്മകൾ ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നില്ലെങ്കിൽ വലിയ സംഘർഷങ്ങൾക്ക് ഇനിയും സാക്ഷ്യം വഹിക്കേണ്ടി വരും.